നമ്മുടെ ലോകത്ത് നിന്ന് ക്രിസ്ത്യൻസിൽ നിറയെ തരം വ്യത്യസ്തമായി നിറയെ തരം ആരാധനകളുണ്ട്. അപ്പൊ ബൈബിളിൽ ശരിയായിട്ടുള്ള ആരാധന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ബൈബിളിൽ നിന്ന് പറഞ്ഞുതരാം. ഒന്ന്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. ആത്മാവിൽ എന്ന് പറഞ്ഞാൽ ഫ്രീയേക ദൈവമാണ് നമ്മളെ ബൈബിൾ പറയുന്നത്. പരിശുദ്ധാത്മാവ്, പിതാവ്, ഇതുണ്ട് ദൈവപുത്രൻ വെച്ചാൽ ദൈവത്തിനാണ് യേശു എന്ന് പറയുന്നത്. വെച്ചാൽ ലോകത്തുള്ളത് ഇത് ദൈവത്തിന്റെ സ്ഥാനം സ്വർഗത്തിൽ മാറ്റി വെച്ചിട്ട് ഭൂമിയിൽ മനുഷ്യന്റെ പാവങ്ങൾ യാകാൻ വേണ്ടി യേശുവിടെ വന്നതാണ്. പിന്നെ നമ്മളെ യേശുവിന്റെ ഓരോരുത്തരും ശേഷം നമ്മളെ കാര്യസ്ഥലം നമുക്കൊരു തുണയായിട്ടും നമ്മളെ തെറ്റും പാപമൊക്കെ ബോധപ്പെടുത്താൻ ഒരു ദാനമായിട്ടാണ് പരിശുദ്ധ. അപ്പൊ പരിശുദ്ധാത്മ നമുക്ക് വരെയാണെങ്കിൽ നമുക്കാണെങ്കിൽ അന്യഭാഷയിൽ ആരാധിക്കും, അഭിഷേകത്തിലൊക്കെ നിറയുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ഇതുണ്ട്, ആത്മാവിലും സത്യമായ ആരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിനും ആരാധിക്കും. യോഹന്നാൻ 4:23-24 ഇതില് വാക്യങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പരിശുദ്ധാത്മ ഇങ്ങനെ വരുമ്പോൾ അന്യഭാഷ പറഞ്ഞ ഇതൊക്കെ. പിന്നെ ദൈവത്തെ മാത്രം ആരാധിക്കും, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക, അവനെ മാത്രം സേവിക്കുകയും ചെയ്യും. മത്തായി 4:10 ഇപ്പോഴാണ് നിറയെ പേര് മറിയത്തെ അല്ലാതെ ശിഷ്യന്മാരെ നിറയെ പേരെ അല്ലാതെ മധ്യസ്ഥയായിട്ട്, അപ്പൊ മധ്യസ്ഥന് യേശു മാത്രമാണ് വേറൊരു ഭാഗത്ത് പറയുന്നത്. പല ഇങ്ങനെ നിറയെ പേര് ഇത് ആരാധിക്കണം, ഇതൊക്കെ ചെയ്യണം. അപ്പൊ അത് തെറ്റെന്നാണ്. ഇപ്പൊ ഇതിനൊരു കാര്യം പറയാം, നമ്മളെ യേശു ജനിച്ച സമയത്ത് കുറെ ജ്ഞാനികളാണെങ്കിൽ യേശുവിനെ മറ്റേ നക്ഷത്രം കണ്ട് യേശുവിനെ കാണാൻ പോയി. അപ്പൊ യേശുവിനെ അവിടെ പോയി ഈ വണങ്ങിയ സമയത്ത് യേശുവിനെ മാത്രം വണങ്ങിയതാണ് വചനത്തിൽ പറയുന്നത്. മത്തായി 2:1-2 ഹെരോദാവിന്റെ കാലത്ത് യഹൂദയിലെ ബെത്ലഹേമിൽ യേശു ജനിച്ച ശേഷം കിഴക്ക് നിന്ന് ജ്ഞാനികൾ യെരൂശലേമിലേക്ക് വന്നു. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെയുണ്ട്? അവന്റെ നക്ഷത്രം കിഴക്കിൽ നിന്ന് കണ്ടു, അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു പറഞ്ഞു. അവരെ എന്ന് പറഞ്ഞാൽ അവനെ മാത്രം എന്നാണ് പറയുന്നത്. പിന്നെ വേറെ പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിൽ വരിക, ഒന്നിനും ആശങ്കപ്പെടാതെ പ്രാർത്ഥനയിലെ യാചനയിൽ നിങ്ങളുടെ അപേക്ഷകൾ ദൈവത്തിന് അറിയിക്കുന്നു. ഫിലിപ്പിയർ 4:6 നമ്മൾ ജാടാണ്, അഹങ്കാരമൊന്നുമില്ലാതെ ദൈവത്തെ മുൻപിൽ വേണം താഴ്മ ധരിച്ച് ഫുള്ളും ദൈവമേ ഒന്ന് ക്ഷമിക്കണമേ, ദൈവമേ എന്റെ പ്രാർത്ഥനകളൊന്നും കാര്യമൊന്നും ദൈവത്തോട് അപേക്ഷിച്ച നമുക്ക് കാര്യങ്ങളൊക്കെ ദൈവമാണെങ്കിൽ പ്രാർത്ഥനയായിട്ട് നടത്തി തരും. പിന്നെ വേറെ വചനവും സ്തുതിയും കേന്ദ്രമാക്കുക, സങ്കീർത്തനങ്ങളാലും സ്തോത്രങ്ങളും ആത്മീയ ഗീതങ്ങളാലും കർത്താവിനെ പാടുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എഫെസ്യർ 5:10. പിന്നെ വേറെടുത്ത് പറയുന്നത് കൈത്താളത്തോടും തപ്പിനോടും തകിലിനോടും എല്ലാം ആരാധിക്കുന്നത്. ഇപ്പം ചിലയിടത്ത് മറ്റേ പാട്ട് മാത്രം യാഹൂ എന്നൊക്കെ പാട്ട് മാത്രം കാണിക്കുന്നു. ബൈബിളിൽ തന്നെ കൈയടിച്ച് പാടണം, അല്ലാതെ വെച്ചാൽ പരിശുദ്ധ വരുമ്പോൾ നമ്മൾ നിൽക്കാൻ പറ്റില്ല, നൃത്തത്തോടെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഒരു അടയാളം വേറെ ഇതാണ്. പരിശുദ്ധ വരുമ്പോൾ നൃത്തത്തോടെ വാദ്യഘോഷം തപ്പുന്നതിന് അടിച്ച് കൈകൊട്ടി പാടണം. അപ്പം ഈ കൈകൊട്ടി പാടാതെ ചില ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് ശരിയായിട്ടുള്ള ആരാധന അല്ലെന്നാണ് ബൈബിൾ പറയുന്നത്. പിന്നെ വചനവും സ്തുതിയും കേന്ദ്രമാക്കുമോ, വചനത്തിൽ നിന്ന് പാരമ്പര്യം നോക്കുന്ന വചനത്തിൽ നിന്ന് ദൈവത്തെ ആരാധന, വചനത്തിൽ നിന്ന് ശരിയായിട്ട് ജീവിക്കുക, വചന രീതിയിൽ ആരാധന നടത്തുന്നത് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ ആത്മീയ ഗീതങ്ങൾ, ദൈവത്തെ പുകഴ്ത്തി ദൈവത്തെ സ്തുതിച്ചൊക്കെ ആത്മീയ ഗീതങ്ങൾ നടത്തണം. പിന്നെ സ്നേഹവും വിശുദ്ധ ജീവിതം പുലർത്തുക, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള വിശുദ്ധ യാഗമായി ദൈവത്തിന് സമർപ്പിക്കണം. അത് നിങ്ങളുടെ ആത്മീയ യാഗമാണ്. നമ്മുടെ സ്വന്തം ശരീരം ദൈവത്തിന് സമർപ്പിക്കണം, അല്ലാതെ ലഹരിക്കോ അല്ലാതെ വേറെ ഒന്നിനും സമർപ്പിക്കാതെ ദൈവത്തിന് സമർപ്പിക്കണം. ബൈബിൾ വിശുദ്ധ ജീവിതം നയിക്കണം, പാവവും ചെയ്യാൻ നടന്നത്. എന്നിട്ട് ഇതൊക്കെയാണ് അപ്പം ബൈബിളിൽ ശരിയായിട്ട് ആരാധന പറയുന്നത്. വേറെ കുറെ കാര്യമുണ്ട്. അപ്പൊ അത് വചനം നിങ്ങൾ ബൈബിൾ നല്ലപോലെ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പ്രാർത്ഥിച്ച് ദൈവത്തെ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മ നിങ്ങൾക്ക് അത് കൃപ ജ്ഞാനമൊക്കെ തരും. സോ താങ്ക് യു.